വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാരയ്ക്ക കൊടുത്തിട്ടെങ്കിലും, നിന്റെ കയ്യിൽ ഒരു കാരയ്ക്കേ ഉള്ളൂ, നീ നോമ്പ് മുറിക്കാൻ പോകുന്ന സമയത്ത് നിന്റെ കയ്യിൽ ഒരു കാരയ്ക്കയുണ്ട്, ആ കാരയ്ക്കയുടെ പകുതി എടുത്തിട്ട് കൂടെ ഇരിക്കുന്നവൻ്റെ കയ്യിൽ കൊടുത്ത് നോമ്പ് തുറപ്പിക്ക്. വെള്ളവും ജ്യൂസൊന്നും കൊടുക്കണ്ട. കിണറ്റി വെള്ളമുണ്ടോ? വീട്ടിലെ കിണറ്റി വെള്ളമുണ്ടോ? പച്ചവെള്ളമെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇത്രയും ദിവസമായല്ലോ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആർക്കെങ്കിലും ഒരാളെങ്കിലും നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു വയ്ക്കേ. നീ പൈസ ഒന്നും മുടക്കണ്ട, ഒരു ഈത്തപ്പഴം കൊടുത്തിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തിട്ടെങ്കിലും നോമ്പ് തുറപ്പിച്ചോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. കൈയൊന്നും പൊക്കണ്ട, എനിക്ക് നാണം കെടാൻ വയ്യ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉണ്ടോ? ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ. നിൻ്റെ സ്വർണം ചോദിച്ചോ? പൈസ ചോദിച്ചോ? കിണറ്റി വെള്ളമില്ലേ? അല്ല എന്നിട്ടില്ലേ? പച്ചവെള്ളം കൊടുത്തോ പെങ്ങളെ നീ? നമ്മൾ നോമ്പ് മുറിക്കാതിരിക്കുന്ന സമയത്ത് ബദർ യുദ്ധമാണ് നടക്കുന്നത്. എന്നാലോചിക്കേ, നമ്മൾ നോമ്പ് മുറിക്കാനിരിക്കുന്ന സമയത്ത് ഇന്നത്തെ നോമ്പ് തുറപ്പ് കണ്ട. പണ്ടൊക്കെ റമളാൻ മാസം വരുമ്പോൾ തടി കുറയൂലേ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? കുറയൂലേ? ഇപ്പോഴോ റമളാൻ കഴിയുമ്പോൾ 5 കിലോ കൂടെ കൂടും. എടാ, റമളാൻ അല്ലാത്ത സമയങ്ങളിൽ 5 നേരം തിന്നുന്നത്. രാവിലെ ചായ എഴുന്നേറ്റ ഉടനെ, പിന്നെ നാസ്ത, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ടൊരു ചായ, രാത്രി ഫുഡ്, 5 നേരം. ഇപ്പോഴോ സുബ്ഹാനല്ലാഹ്, നോമ്പ് മുറിക്കണ സമയത്ത് ടോക്കൺ ഇടണം ഏത് തിന്നണമെന്ന്. വാരി അങ്ങോട്ട് വെച്ചിരിക്കുക ഡിസ്ക് നിറയെ. നോമ്പ് മുറിച്ച ഉടനെ ഫ്രൂട്ട്സും കുറേ ജ്യൂസുകളും ഷെയ്ക്കും ചായയും പിന്നെന്താ പറയുക, കുറേ സാധനങ്ങൾ എല്ലാം കൂടെ വാരി അങ്ങോട്ട് തിന്നും. ഒരു ഏമ്പക്കവും വിട്ടിട്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ കയറും. നിസ്കാരം കഴിഞ്ഞു, വീണ്ടും അങ്ങോട്ട് വന്നിട്ട് ഒരു ഇരിപ്പ, അടുത്തത് അങ്ങോട്ട് തിന്നും. അതെല്ലാം കഴിഞ്ഞ് തറാവിക്ക് പോകും, പിന്നെയും വന്നൊരു തീറ്റി. വെളുപ്പാങ്കാലം 5:15 വരെ തിന്നാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മളങ്ങ് തിന്നും. പ്രതികാരം ചെയ്യുക. പകല് മൊത്തം പട്ടിണിയല്ലേ? പകല് മുഴുവനും പട്ടിണി ഇരുന്നതിന് പ്രതികാരം ചെയ്യുന്നത് പോലെ, വാശി തീർക്കുന്നത് പോലെ തിന്നാ നമ്മൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പൊന്നാര സഹോദര, പച്ചവെള്ളം കൊടുത്തോ നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക്? അവിടെയാ ചിന്തിക്കേണ്ടത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ഇത് പറഞ്ഞു. പക്ഷേ നമ്മൾ പച്ചവെള്ളമല്ല കൊടുക്കണ്ടേ, നീ മട്ടൻ മന്തി വാങ്ങിച്ചു കൊടുക്കേണ്ടവനാ. കാരണം അത്രയും സമ്പത്ത് അല്ലാഹു നിനക്ക് തന്നിട്ടുണ്ട്, നിനക്ക് അല്ലാഹു വാരിക്കോരി തന്നിട്ടുണ്ട്. അപ്പം നബി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരു മനുഷ്യന് വയറ് നിറച്ചു ഭക്ഷണം കൊടുത്താൽ, ഒരാൾ നോമ്പ് മുറിക്കുന്ന സമയം വയറ് നിറച്ചു ഭക്ഷണം കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം നരകമോചനം മാത്രമല്ല, പാപമോചനം മാത്രമല്ല, അവൻ്റെ പാപം പുറത്തു കൊടുക്കൽ മാത്രമല്ല, മൂന്നാമതൊരു പ്രതിഫലം, വയറ് നിറയുന്ന രീതിയിൽ ഒരാൾ ഭക്ഷണം കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം, ഇന്നാ അഅതൈനാകൽ കൗസർ.